നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 17 അളവെടുപ്പ് തുടരുന്നു. ചൊവ്വാഴ്ച പ്രതിഷേധവുമായി എത്തിയ 50ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അളവെടുപ്പിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ചാവക്കാട് താലൂക്കിൽ ബുധനാഴ്ച ഹർത്താൽ. എടതിരിഞ്ഞി കാട്ടൂർ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് സമ്മേളനം ജില്ലാ സെക്രട്ടറി P പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രതിഷേധ ശബ്ദങ്ങളെ അവഗണിച്ച് വൻ പോലീസ് സന്നാഹത്തോടെ ദേശീയപാത 17 അളവെടുപ്പും കല്ലിടലും തുടരുന്നു. അളവെടുപ്പ് തടയാനെത്തിയ 50ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചൊവ്വാഴ്ച രാവിലെ 10ഓടെയാണ് കയ്പമംഗലം പറമ്പിക്കുന്നിൽ നിന്ന് അളവെടുപ്പ് ആരംഭിച്ചത്. ഒരു കിലോമീറ്റർ പിന്നിട്ട് അളവെടുപ്പ് കയ്പമംഗലം 12 എത്തിയപ്പോഴാണ് കാളമുറി സെന്ററിൽ നിന്ന് 60ഓളം പേർ പ്രകടനവുമായി വടക്കോട്ട് തിരിച്ചത്. എന്നാൽ പ്രകടനം കയ്പമംഗലം 12 എത്തും മുൻപ് തന്നെ കാളമുറി കനാറ ബാങ്കിന് വടക്കുവശം വെച്ച് പോലീസ് തടയുകയായിരുന്നു. ചെറുത്ത് മുന്നോട്ടു പോകാൻ ശ്രമിച്ച സമരക്കാരെ ബലം പ്രയോഗിച്ച് പോലീസ് ഇരു വാനുകളിലാക്കി കൊണ്ടുപോവുകയായിരുന്നു. İnkılap zindabad! İnkılap zindabad! Samara samiti zindabad! Samara samiti zindabad! Samara samiti zindabad! Samara samiti zindabad! ജനങ്ങൾ ഇൻക്ലാബ് സിന്ദാബാദ്! PC അജയൻ, K സുലൈമാൻ, കാക്കര ബാലകൃഷ്ണൻ, രാജൻ പട്ടാട്ട് തുടങ്ങിയ 50ഓളം പേരാണ് അറസ്റ്റിലായത്. ഇവരെ മതിലകം, വലപ്പാട്, കാട്ടൂർ സ്റ്റേഷനുകളിലേക്കാണ് കൊണ്ടുപോയത്. സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ PV അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരോടൊപ്പം ഇരിങ്ങാലക്കുട DYSP ബിജു ഭാസ്കർ, CIമാരായ M സുരേന്ദ്രൻ, TS സുനോജ്, C സുന്ദരൻ, CR രാജേഷ്, 5 SIമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 150ഓളം പോലീസുകാരും അകമ്പടിയുണ്ടായിരുന്നു. രാവിലെ മുതൽ ആരംഭിച്ച മഴയെ വകവയ്ക്കാതെയാണ് അളവെടുപ്പ് മുന്നോട്ട് നീങ്ങിയത്. എടമുട്ടം തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ ബുധനാഴ്ച അളവെടുപ്പ് തുടരുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ PV അബ്ബാസ് പറഞ്ഞു. ദേശീയപാതയ്ക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന അളവെടുപ്പ് പോലീസ് തേർവാഴ്ചയായി മാറുകയാണെന്ന് ദേശീയപാത സംയുക്ത സമരസമിതി പ്രവർത്തകർ ആരോപിച്ചു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഇന്ന് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തില് പോലീസിന്റെ തേർവാഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വികസനമല്ല, ഇത് ഗുണ്ടാപ്രവർത്തനമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഒരു യുദ്ധക്കളത്തിൽ പെരുമാറുന്നത് പോലെ മൃഗീയമായ താണ്ഡവം പോലീസ് ആടിക്കൊണ്ടിരിക്കുക. ഇതൊന്നും വികസനമല്ല. ഇത് BOT ലോബികളുടെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് കളിക്കുന്ന ഒരു നടപടിയാണ്. ഇത് സർക്കാരിന്, ഒരു ജനാധിപത്യ സർക്കാരിന് ഇത് ഭൂഷണമല്ല. വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ, അത് വികസനമാണെങ്കിൽ ജനങ്ങൾ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ
പോലീസ് ഇറങ്ങി റൂട്ട് മാർച്ച് നടത്തുന്നത്. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഭൂമിയും വീടും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് കിടക്കുവാൻ, തെരുവിൽ പോലും കിടക്കുവാൻ ഇന്ന് കഴിയാത്ത സാഹചര്യത്തിൽ ഈ പാവം ജനങ്ങളെയാണ് ഇന്ന് കേരള സർക്കാർ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള സമൂഹം ഒന്നടങ്കം ഈ ജനാധിപത്യവിരുദ്ധമായ നടപടിയിൽ, ഈ പോലീസ് തേർവാഴ്ചയിൽ അത് ജനാധിപത്യ വിശ്വാസികൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. നൂറുകണക്കിന് പോലീസിനെ ഇറക്കി റൂട്ട് മാർച്ച് നടത്തുന്നത് ഇന്നാട്ടിലെ സാധാരണക്കാരായ പാവം ജനങ്ങളെ ഭയപ്പെടുത്താനാണ്. ആളില്ലാത്ത വീടുകളുടെ ഗേറ്റും മതിലും ചാടിക്കടന്നാണ് അളവെടുപ്പിനായി കല്ലുകൾ സ്ഥാപിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവരോട് മൃഗീയ സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അളവെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച കൊടുങ്ങല്ലൂർ ചാവക്കാട് താലൂക്കിൽ ഹർത്താൽ ആചരിക്കുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. ബിഒടിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നതിന് മുഴുവൻ ജനങ്ങളും ഹർത്താലിനോട് സഹകരിക്കണമെന്നും സമര നേതാക്കൾ അഭ്യർത്ഥിച്ചു. പോലീസ് ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ BOT കുത്തക മുതലാളിമാർക്ക് വേണ്ടി സ്ഥലം ഏറ്റു കൊടുക്കുന്നതിന് വേണ്ടി പോലീസിന്റെ മുഴുവൻ ഭീകര ഭാവമാണ് ഇവിടെ കാണിച്ചത്. ഇന്ന് നടത്തിയ റൂട്ട് മാർച്ച് ഏതോ ഭീകര സംഭവം നടക്കുന്ന പോലെയാ ഇവിടെ റൂട്ട് മാർച്ച് നടത്തിയത്. ജനങ്ങളോട് മേലേക്കാണ് ഈ റൂട്ട് മാർച്ച് നടത്തിയുള്ളത്. പോലീസിന്റെ ഭീകരാന്തരീക്ഷം നിർത്തണം, അളവ് ഉടനടി നിർത്തിവെക്കണം. നാളെ പ്രതിഷേധ സൂചകമായിട്ട് കേരളത്തിന്റെ തൃശ്ശൂർ ജില്ലയിലെ തീരദേശ മേഖലയിൽ ചാവക്കാട് കൊടുങ്ങല്ലൂർ താലൂക്കിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹർത്താൽ വിജയിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും ജനങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ എടതിരിഞ്ഞി കാട്ടൂർ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം പറഞ്ഞ എല്ലാ ജോലികളും പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ഇനി അദ്ദേഹം കുറേ ജോലികൾ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. കുറേ ജോലികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതും ഉടനെ അനുവദിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നത്. പാലങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ആളൂർ മാള ROB ഉൾപ്പെടെ അദ്ദേഹം വളരെ നിർബന്ധത്തോടു കൂടി ഒരു ROB വേണം എന്ന് ക്ഷണിച്ച് വാങ്ങിയതാണ്. ഈ ആളൂർ മാള ROB അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ ജൂൺ 22-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ പാലങ്ങളായാലും റോഡുകളായാലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഒരു സുഭിക്ഷമായ രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിൽ റോഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പ്രധാന കാരണക്കാരൻ നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ തോമസ് ഉണ്ണിയാടനാണ്. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷനായി. കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനിത രാധാകൃഷ്ണൻ, ജനപ്രതിനിധികളായ കുമാരി KK ഭാനുമതി, സുനന്ദ കൃഷ്ണൻ, VA ബഷീർ, AS ഹൈദ്രോസ്, ആനി ആന്റണി, ബീന രഘു, OK രാമകൃഷ്ണൻ, VR രമേശ്, PA ഹാഷിം എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നിയിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഹൈമാസ്റ്റ് ലൈറ്റിന്റെയും നിരീക്ഷണ ക്യാമറയുടെയും ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് 6-ന് നടക്കും. ഹൈമാസ്റ്റ് ലൈറ്റ് VS സുനിൽകുമാർ MLA-യും നിരീക്ഷണ ക്യാമറ ഇരിങ്ങാലക്കുട DYSP ബിജു ഭാസ്കറും ഉദ്ഘാടനം ചെയ്യും. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനാകും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് സമ്മേളനം ജില്ലാ സെക്രട്ടറി P പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലത്തിന്റെ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാകുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ റിപ്പോർട്ട് വളരെ വിശദമായി വളരെ നല്ല രീതിയിൽ അത് പ്രിന്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ രാജ്യം നമ്മുടെ ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കുകയുണ്ടായി. വളരെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുള്ളതിന് ഒരു തെളിവായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. എന്തുകൊണ്ട് ഈ സംഘടനയിൽ ഇനിയും മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് വളരെ ഭാഗ്യമുണ്ട്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അങ്ങനെ നല്ലൊരു റിപ്പോർട്ട് ഒരു കൊല്ലം മീറ്റിംഗിന് കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ വിശദമായി ഒരു റിപ്പോർട്ട്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. കയ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ PM റഫീഖ്,
PG രാജീവ്, VR ഉല്ലാസ്, CJ സെയ്ദ് മുഹമ്മദ്, MV രാജൻ മാസ്റ്റർ, AH മുസ്തഫ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PG രാജീവിനെ പ്രസിഡന്റായും PK റാസിക്കിനെ സെക്രട്ടറിയായും ഉണ്ണികൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അറവ് കേന്ദ്രങ്ങളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും ദിവസേന വർദ്ധിച്ചുവരുന്ന കയ്പമംഗലത്ത് ആധുനിക ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനായി കാത്തിരിപ്പ് തുടരുന്നു. പഞ്ചായത്ത് 5-ാം വാർഡിൽ 3 വർഷം മുൻപാണ് ഇതിനായി 72 സെന്റ് സ്ഥലം നീക്കിവെച്ചത്. പള്ളിനട കിഴക്ക് ഭാഗത്തുള്ള പുറമ്പോക്ക് നിലത്തേക്ക് ഇതിനായി പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുകയും ചെയ്തു. 1/2 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്ലാന്റിന്റെ ഭാഗമായി 10 സെന്റ് സ്ഥലത്ത് പൊതു അറവ് കേന്ദ്രം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഇതിനായി പഞ്ചായത്തിൽ രൂപവൽക്കരിച്ച സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് സർക്കാരിന് പ്ലാനും എസ്റ്റിമേറ്റും സമർപ്പിച്ചതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്ഥലം മാറ്റിയിട്ടതോടെ ഈ ഭാഗത്ത് അറവ് മാലിന്യങ്ങളും കാറ്ററിംഗ് അവശിഷ്ടങ്ങളും തള്ളുന്നത് പതിവായിട്ടുണ്ട്. സമീപത്തെ തോടുകളും കുളവും ഇതോടെ മലിനമായി. പ്ലാന്റിനുള്ള സ്ഥലത്ത് ഭാഗികമായി ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ളൂ. ഇത് തരമാക്കിയ സാമൂഹ്യ വിരുദ്ധർ ഇവിടെയും മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവായി. ഡ്യൂട്ടിയിലിരിക്കെ വാഹനാപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ മതിലകം പോലീസ് സ്റ്റേഷനിലെ CPO ഗോപകുമാറിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച സഹായനിധിയുടെ വിതരണം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് KP ധനപാലൻ MP നിർവഹിക്കും. മതിലകം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പോലീസ് അസോസിയേഷൻ തൃശൂർ റൂറൽ പ്രസിഡന്റ് VV സതീഷ് അധ്യക്ഷത വഹിക്കും. PH അഷറഫ് IPS അനുസ്മരണ പ്രഭാഷണം നടത്തും. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PB രാജീവ്, അഡ്മിനിസ്ട്രേറ്റർ DYSP KK രവീന്ദ്രൻ, ഇരിങ്ങാലക്കുട DYSP T ബിജു ഭാസ്കർ, ചാലക്കുടി DYSP PK തോമസ്, കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, മതിലകം SI D മിഥുൻ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 17 അളവെടുപ്പ് തുടരുന്നു. ചൊവ്വാഴ്ച പ്രതിഷേധവുമായി എത്തിയ 50ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അളവെടുപ്പിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ചാവക്കാട് താലൂക്കിൽ ബുധനാഴ്ച ഹർത്താൽ. എടതിരിഞ്ഞി കാട്ടൂർ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് സമ്മേളനം ജില്ലാ സെക്രട്ടറി P പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.